ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അഭിരാമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം അഭിരാമിയോട് ഞാൻ ഇന്നലെ ഒരു അപ്പോളജി പറഞ്ഞിരുന്നു, സിൻസിയറായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് വെക്കാം. ചില മൊണ്ണന്മാരും പിന്നെ ചില നിന്നുമുള്ളി താത്തകൾ, നമ്മുടെ ശത്രുക്കൾ തന്നെ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തോ തിങ്കളാഴ്ച എന്തോ ഉണ്ടാക്കുമെന്നോ ഒലക്കയുടെ മൂടെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ആവന്നെ നോക്കി ഞാനും അഭിരാമിയും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി. അയ്യോ മുത്തേ ചക്കരെ, ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ വെക്കാം. അഭിരാമിക്ക് പറയാനുള്ള കാര്യം, അഭിരാമി പറയുന്ന കാര്യങ്ങളിൽ അത് മൊത്തമില്ല. ഞാൻ എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ, പക്ഷേ എങ്ങനോ ഡിലീറ്റ് ആയിപ്പോയി. സോ ഞാൻ എൻ്റെ കമൻറ്റ് കൂടെ വെക്കാം. അപ്പം ആ സംഭവത്തെപ്പറ്റി ഞാനും അഭിരാമിയായിട്ട് സംസാരിച്ചു ചില കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആരും തന്നെ ഇതിനകത്ത് വിരിക്കുന്നവരാരും തന്നെ, യൂട്യൂബിൽ വന്നിരിക്കുന്നവരാരും തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നെങ്കിൽ പോലും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ നല്ല മനുഷ്യരൊന്നുമല്ല. എ ടു ഇസഡ്, അതായത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇവിടെ ഇരിപ്പില്ല. അതുകൊണ്ട് തന്നെ ആരെയും ഇൻഫ്ലുവൻറ്റ് ആവാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് രണ്ടും ഉള്ളവരാണ് മനുഷ്യർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒപ്പീനിയനാണ്. നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളിൽ, ഇപ്പോൾ അഭിരാമിയുടെ വിഷയത്തിൽ തന്നെ എനിക്ക് ബാലയുടെ ഭാഗത്തു നിന്നുള്ള 1-2 പേരുടെ വിവരണങ്ങളിൽ പിന്നെ ഈ പറയുന്ന ഗോസിപ്പുകൾ മാത്രമേ എനിക്കറിയാവൂ. അതിൻ്റെ പിൻബലത്തിൽ ഞാൻ സംസാരിച്ചു. അപ്പം അതിൻ്റെ പിൻബലത്തിൽ ഞാൻ ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അല്ലാതെ ഞാനിവിടെ ആർക്കെങ്കിലും അഭിഹിതം ഉണ്ടെന്നോ ആ രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അത് ഈ പറയുന്ന ഈ അഭിരാമിക്ക് ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടായി എന്ന് പറയുന്നതും അമ്മയെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറയുന്നതും ഈ തീർച്ചയിട്ട ഒരു വീഡിയോയെ അഭിസംബോധന ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ഈ അമ്മയുടെ മോശ സ്വഭാവമാണെന്നോ അല്ലെങ്കിൽ അഭിരാമിയുടെ മോശ സ്വഭാവമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയത്തുമില്ല. കാര്യം അത് നമുക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട. ഇത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിച്ചു. അതിനെ ഇൻക്ലൂഡഡ് ഈ പറയുമാതിരി ബാലയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഈ മൊണ്ണൻമോൻ വന്നിട്ട് പറയുന്നുണ്ട്, മൊണ്ണൻമോൻ കുറേ സ്റ്റോറി ഇട്ട് കളിക്കുന്നുണ്ട്. എടാ നാറി, നീ ആവുന്നേ നോക്കി ഞാനും അഭിയായിട്ട് എന്താ സംസാരിച്ചതെന്ന് അറിയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എന്താ പറ്റി? നീ വെറും നാറിയാണെന്നും നീ നാറി ഇങ്ങനെ നടക്കുവാണെന്നും അത് കണക്ക് പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഓരോ പെൺപിള്ളേർക്കും മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പുറമേ നടന്നിട്ട് അവർക്ക് ഈ പറയുമാതിരി മോശമായിട്ട് മെസ്സേജ് അയക്കുന്നതിന് അപ്പുറം നീ എന്ത് ഒലക്കയുടെ മൂടാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്? എടാ ഞാനിതിനകത്ത് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ശരി കാണും, തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുമ്പം അത് എന്താ പറയുന്നത്, എടാ ഒരാളോട് മാപ്പ് പറയുക, അപ്പോളജി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യതയാണ്. അല്ല നിന്നെ പോലെ എന്ത് പറഞ്ഞാലും എന്താണ് കിടന്ന് ന്യായീകരിച്ച് ലാസ്റ്റ് അവരുടെ വായിൽ നിന്ന് ഇത് കേട്ട് ഉള്ള കേസുമായി അതിനകത്ത് ഇങ്ങനെ ഒഴുകി നടന്ന് പിന്നെ നീ രക്ഷപ്പെട്ടിരിക്കുന്ന ഈ ഇവിടുത്തെ നിയമ സംവിധാനം 4-5 വർഷത്തേക്ക് എന്താ പറയുന്നത് ഒരു കേസ് കൊടുത്താൽ 4-5 വർഷം എടുക്കുന്നുണ്ട് തന്നെയാണ്. പിന്നെ ഞാനും അഭിരാമിയായിട്ട് സംസാരിച്ച് വളരെ പ്രാക്ടിക്കലായിട്ടാണ് സംസാരിച്ചത്. ആ പെൺകുട്ടിയുടെ കുറേ കാര്യങ്ങൾ പറയുന്നു. അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ അപ്പോളജി പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ്, അപ്പോളജി പറയാൻ വേണ്ടിയല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നിയപ്പോൾ ഞാനാണ് അഭിരാമിയോട് പറയുന്നത് എനിക്ക് തെറ്റ് പറ്റി, ഞാൻ അപ്പോളജി ഇടാമെന്ന് പറഞ്ഞു. ആവശ്യമില്ല എന്നാണ് അഭിരാമി പറഞ്ഞത്. അതൊന്നും അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ചേട്ടാ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗം കൂടെ കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. അഭിരാമിയുടെ നമ്പറും മറ്റുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷം കേട്ടിട്ടായിരിക്കും, അത് നമ്മുടെ ഒപ്പീനിയനാണ് പറയുന്നത്. അല്ലാതെ ഞാനിവർക്ക് അഭിഹിതം ഉണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ആരെ പറ്റിയും പറയത്തില്ല. നമ്മൾ കേട്ടറിവുകൾ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളുടെ അഭിപ്രായങ്ങളാണ്, അതൊന്നും ശരികളാവണമെന്നില്ല. ആരും ഒരൊറ്റ വീഡിയോയിലും നിങ്ങൾ 1 മില്യൺ ഉള്ളവൻ്റെ അടുത്ത് പോയാലും ഞാൻ പറയുവാണ്, അവർ പറയുന്ന ഒപ്പീനിയനാണ്, അവർ പറയുന്ന A to Z കാര്യങ്ങൾ ശരിയൊന്നുമല്ല. അപ്പം നമ്മുടെ വീഡിയോയിലെ ചില കാര്യങ്ങൾ അവർക്ക് മാനഹാനി വരുത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ആ മാനഹാനി വരുത്തുന്ന കാര്യങ്ങൾ അവരെ അത് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടെന്നും അവിടെ ആ വീട്ടിലുള്ള കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് അത് കാര്യമായിട്ട് ബാധിക്കുന്നു കണ്ടപ്പോൾ നമ്മൾ ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്തത്.
തെറ്റ് തിരുത്തുന്നത് ഒരിക്കലും മോശം മനുഷ്യനല്ല. അത് നീ മനസ്സിലാക്കുക. അല്ല നിന്നെപ്പോലെ എന്ത് തെറ്റ് ചെയ്താലും അവിടെ കിടന്ന് അഴുകി 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 എടാ നിന്നെ എത്ര ആൾക്കാരാണ് നിനക്കെതിരെ കേസ് കൊടുത്തിരുന്നത്? നീ എവിടെയും ചോദിച്ചുകൊണ്ടൊന്നും വരല്ലേ. കാര്യം ഒലിവിയ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ അവനെതിരെ തന്നെ എവിഡന്റ് ഇട്ടിട്ടുണ്ട്. ഞാനതൊന്നിന് പോയി തപ്പിപ്പിടിച്ചുകൊണ്ട് വരണ്ടെന്ന് വിചാരിച്ചോണ്ടാണ്. അപ്പം നീ ഇങ്ങനെ ശശിയായി ഇങ്ങനെ ജീവിക്കും. നേരത്തെ നീ പറയുന്ന കേട്ടു, നീ ഒരുപാട് കാര്യങ്ങളിൽ ഇതേ കണക്കുള്ള ഡയലോഗ് പറഞ്ഞു. ഒലിവിയ പൂട്ടി ഇതാക്കി, അവരിപ്പം നാല് ഷോപ്പായി പറഞ്ഞു. നിന്റെ അവസ്ഥ എന്താണ്? നീ ഇപ്പോഴും ആയിരിക്കുന്നിടത്തിരുന്ന് ഇങ്ങനെ നുണ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ ജീവിക്കുമല്ലേ. ഞാനെന്തായാലും അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. എൻ്റെ വീഡിയോയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് തെറ്റുമ്പോൾ ഞാൻ അപ്പോളജി പറയും. ഞാൻ ഇന്നലെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാപ്പ് പറയും. അതിനെന്താണ് തെറ്റ്? ഇവിടെ ഒരു ക്യാരക്ടർ ഉള്ളൊരു മനുഷ്യന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഒരു ക്യാരക്ടറും ഇല്ലാത്ത നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിന്ന് മുള്ളി താത്ത പറയുന്നുണ്ട് എന്നെ തൂക്കിക്കൊല്ലൂ എന്നൊക്കെ പറയുന്നിട്ട്. അവള് ലോക തോൽവിയാണെന്നുള്ള കാര്യം ഇതിന് മുമ്പ് അവള് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞു. ഇതാ ഇവൻ പറഞ്ഞു ഓണത്തിന് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നിന്നെ നാട്ടിൽ കിട്ടുമെങ്കിൽ ഒന്നും പറയുന്നില്ല. വല്ല രാജ്യത്തും പോയി ഒളിച്ചിരുന്നിട്ട് മറ്റുള്ളവരെ പറ്റി അനാവശ്യം പറഞ്ഞു നടക്കുന്ന ഈ കഴിവറിയുടെ മോനാണ് വന്ന് പറയുന്നത്. എടാ ആദ്യം സ്വന്തം ഹിസ്റ്ററി എടുത്ത് വെച്ച് നോക്ക്. അപ്പം ഈ കഴിവറിയുടെ മോനോട് ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പം ഇത്രയൊക്കെ മര്യാദ കൊടുക്കാൻ വെക്കും. ഇപ്പം എന്തിനാണ് ഈ ചൊറിയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം നേരത്തെ കുറേ കേസും ഒലക്കട മൂടുവട്ടൊക്കെ വന്നായിരുന്നു. അന്ന് ആകെ നാറിത്തോട്ട് തുന്നമ്പാടി അങ്ങോട്ട് പോയതാ. പിന്നെ അവൻ എന്തോ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തൊക്കെ ഒലത്തു എന്ന് പറഞ്ഞു ഉണ്ടാക്കിയോ. എനിക്ക് 100-150% ഉറപ്പുണ്ടായിട്ടാണ് ഞാൻ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞതും ആ കുട്ടി ആ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ട് സംസാരിച്ചിട്ടുണ്ട്. നിനക്കിതിനകത്ത് എന്താണ് നാറി കാര്യം? പിന്നെ നിന്നുമുള്ളി താത്ത ഞാൻ പറയുള്ളത് വിവരമില്ലാത്ത സാധനമാണ്. ഒരു കോടതി എന്ന് ഉത്തരവ് വന്ന് ഇവർക്കെതിരെ വന്നു. ഇവർക്കാണ് ആ ശാസനം വന്നേക്കുന്നത്. ഇവരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പൊട്ടത്തരവും വട്ടത്തരവും പറയുന്ന കാര്യങ്ങൾ. താത്ത ഈ തിരുത്തള്ളക്കെതിരെ എത്ര കേസാണെന്നറിയാം. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഈ പറയുന്ന വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഈ തിരുത്തള്ളെ കണക്ക് ഒരുത്തിയെ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അബിയും ഇവർക്കുമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല. ഈ പറയുന്നവരെ അയൽവാസിയോ ആരെയും കണ്ട് വിളിച്ച് സംസാരിച്ചതിൻ്റെ ഇതം കണ്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ട് അബിയും കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇവരെ അമ്മ ഒരു ബന്ധമില്ല. വന്നിരുന്ന് പറയുന്ന ആ വീട്ടുകാരുടെ ഞാൻ സർവ്വമാണ് ഞാൻ, അവർ പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. വെറുതെയാണ്. ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. 1-2 തവണ അബിയെ വിളിച്ചിട്ടുണ്ടെന്നുള്ളതല്ല. അത് എൻ്റെ കയ്യിലുള്ളതൊക്കെ അബിയുടെ നമ്പറുള്ളത്. എൻ്റെ കയ്യിൽ അമൃതയുടെ കയ്യിലും അബിയുടെ ഒക്കെ നമ്പറുണ്ട്. എന്നിട്ട് ഞാൻ നേരെ അബിയാണ് വിളിച്ചത്. ആദ്യം മറ്റൊരാൾ മുഖേന വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് വിചാരിച്ചു. പിന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു. നേരിട്ട് വിളിച്ച് അബി ഭയങ്കര മാന്യമായിട്ടാണ് സംസാരിച്ചത് കേട്ടോ. അല്ലാതെ കരഞ്ഞു മെഴുകി എന്നൊക്കെ വന്ന് കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയില്ല. പിന്നെ കുറേ ഇവൻ്റെ ഈ പറയുന്ന നിന്നുംപുള്ളിത്താത്തയുടെയും മൊണ്ണൻ്റെയൊക്കെ കുറേ ഫേക്ക് ഐഡികൾ വന്നിട്ട് കുറേ തിരയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എടാ തന്തയില്ലാത്തവരെ എല്ലാവരെയും തന്തയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നീക്ക ശശിയായി ഇങ്ങനെ അങ്ങ് ജീവിക്കും. ആരോ അറിഞ്ഞിടുന്ന പേരാന്ന് അല്ല ഞാനിപ്പോൾ എന്തോ പറയുന്നത്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കണം. ശശിയുടെ മക്കൾ ഇനിയും ശശി ആയിക്കൊണ്ടിരിക്കും. ശശിയോടെ ശശി ആയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.